നേരിടുന്ന അച്ചൻകോവിലിൽ ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ DFO ഓഫീസിലേക്ക് മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചു. വന്യജീവി ശല്യത്തിൽ നിന്ന് അച്ചൻകോവിൽ നിവാസികളെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. ഇതിനെ അച്ചൻകോവിൽ നിവാസികളെ വന്യജീവി അച്ചൻകോവിൽ നിവാസികൾ ഒരേ ശബ്ദത്തിൽ അച്ചൻകോവിൽ ശബ്ദം ഉയർത്തിക്കൊണ്ട് ഈ നാടിനെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അച്ചൻകോവിൽ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി അച്ചൻകോവിലിൽ വന്യമൃഗശല്യം വർദ്ധിച്ചിട്ടുണ്ട്. ആന, പന്നി, കുരങ്ങ് മുതലായ ജീവികളാണ് ജനങ്ങളെ ഏറെ ഭീതിയിലാഴ്ത്തുന്നത്. കുരങ്ങുകൾ കൂട്ടമായി എത്തി വീട് തകർക്കുകയും വീട്ടുപകരണങ്ങളും വീട്ടുസാധനങ്ങളും കാർഷിക വിളകളും ഉൾപ്പെടെ നശിപ്പിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സാഹചര്യത്തിന് മാറ്റം വരുത്തുവാൻ വനം വകുപ്പ് കർശന നടപടികൾ സ്വീകരിക്കണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ച യോഗം വാർഡ് മെമ്പർ സാനു ധർമ്മരാജ് ഉദ്ഘാടനം ചെയ്തു. അന്യന്റെ വേദന പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് അത്രയും തോന്നത്തില്ല. സ്വയം നമ്മൾ വേദന അനുഭവിക്കുമ്പോഴാണ് നമ്മൾ ഒരു പ്രതിരോധ മാർഗത്തിലേക്ക് കടക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ തന്നെ 3-4 കുരങ്ങിന്റെ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെ ഒരു വീടിന്റെ ഷീറ്റ് കുരങ്ങ് പൊളിച്ചിട്ടിരിക്കുന്നു എന്നുള്ളതും കേട്ടിരിക്കുന്നു. ഇന്നലെ രാത്രി ഇവിടുത്തെ ഈ തൊട്ടടുത്ത ഒരു 100 മീറ്റർ അപ്പുറമാണ് രാത്രി 2 ആനകൾ വന്ന് മണിക്കൂറുകളോളം നിലയുറപ്പിക്കുകയും രാത്രി 11 മണിക്കാണ് നമ്മൾ അതിനെ ഓടിച്ചു വിടുന്നതും ചെയ്തത്. അപ്പം ഇത്തരം വിഷയങ്ങള് നമ്മളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിക്കുകയാണ്. KTUC സംസ്ഥാന പ്രസിഡന്റ് റോയി ഉമ്മൻ, ഗീത സുഗുനാഥ്, ശ്രീരാജസ്, സീമ സന്തോഷ്, C രാധാകൃഷ്ണപിള്ള, ശശിധരൻ പിള്ള, ഞാറയ്ക്കൽ പ്രസന്നൻ, ഷീല ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സമരസമിതിയുടെ ആവശ്യങ്ങൾ അനുഭവപൂർവ്വം പരിഗണിക്കാമെന്ന DFOയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നേതാക്കളും പ്രദേശവാസികളും പിരിഞ്ഞുപോയത്. DFO നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു. ജില്ലാ വിഷൻ, പുനലൂർ.